ഫിഷ് മാർക്കറ്റിലൊക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, അടിസ്ഥാനപരമായ ശുചിത്വ സംവിധാനങ്ങൾ പോലും അവിടെ ഇല്ല. നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കണം. ഈ റോഡ് എക്സ്പാൻഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സ്ഥലം ഇവിടെ തന്നെയാണ് എന്നതാണ്. ഇതുപോലെ ഇതിന് അജണ്ട വേറെ, ഇത് വിൽപ്പന കച്ചവടം. ഇവർക്ക് മനസ്സിലാവാത്ത, ഇവർക്ക് ബോധ്യമാവാത്ത എന്തൊരാശയമാണ് ഒരു നഗരസഭ ഭരണകൂടം വെക്കേണ്ടത്. ഈ പാളയം മാർക്കറ്റിൽ ഏതാണ് ഒക്കെ ഒറ്റ നിലയുള്ളൂ, ഷീറ്റ് പൊടിയില്ലേ? നിങ്ങൾ ഈ ക്യാമറയിൽ AITUC എന്ന് പറഞ്ഞാൽ എന്താണ്? LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIയുടെ തൊഴിലാളി സംഘടനയാണ്. പിന്നെ ആർക്ക് വേണ്ടിയിട്ട് ഏത് കോപ്പറേറ്റീവ് സഹായിക്കാനാണ് ചെയ്യുന്നത്? ഇവിടെ ഒരു അൺഫിറ്റ് ബിൽഡിംഗ് ഇല്ല. നിങ്ങൾ INTUസിനെ ബോധ്യപ്പെടുത്തണ്ട, STUവിനും ബോധ്യപ്പെടുത്തണ്ട. ജീവിക്കണം, ഞങ്ങൾക്ക് ജീവിതമാണ്, ഞങ്ങളുടെ കുടുംബമാണ്. ഇവിടെ ഇപ്പോ AITUസും CITUയും STU ഒന്നും അല്ല, INTUs എന്നല്ല വിഷയം. തൊഴിലാളികളുടെ കോർഡിനേഷനാണ് ഈ സമരം നടക്കുന്നത്. നമസ്കാരം. കോഴിക്കോട്ടെ പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ തീരുമാനത്തിനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധമാണ് പ്രദേശത്തെ വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ കോഴിക്കോട് കോർപ്പറേഷന് മുന്നിൽ ഈ വ്യാപാരികളും തൊഴിലാളികളും എല്ലാം ചേർന്ന് നടത്തിയെങ്കിലും അനുഭാവപൂർണമായ ഒരു നിലപാട് ഇനിയും കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാത്തതാണ് ഇത്തരത്തിൽ ഈ തൊഴിലാളികളെയും വ്യാപാരികളെയും കനത്ത സമരമുറകളിലേക്ക് കടക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ 48 മണിക്കൂർ റിലേ നിരാഹാര സമരത്തിനാണ് തൊഴിലാളികളും വ്യാപാരികളും ഒരുങ്ങുന്നത്. നിരവധി സമരങ്ങൾ തങ്ങൾ നടത്തി, എന്നാലും കോർപ്പറേഷന്റെ ഭാഗത്ത് തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ തങ്ങൾ നടത്തുന്ന ഈ പട്ടിണി സമരമെങ്കിലും കോഴിക്കോട് കോർപ്പറേഷന്റെ കണ്ണ് തുറക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവിടുത്തെ തൊഴിലാളികളും വ്യാപാരികളും എല്ലാം. എന്ത് തന്നെയായാലും ഇന്നിപ്പോൾ രാവിലെ ആരംഭിച്ചിരിക്കുന്ന സമരം 48 മണിക്കൂർ കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെയോടുകൂടിയാണ് അവസാനിക്കുക എന്നുള്ളതാണ്. നമുക്ക് പച്ചക്കറി മാർക്കറ്റിനെ നവീകരിക്കണം, ആധുനികമായ രീതിയിൽ കൊണ്ടുവരണം. ഇവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവണം. ഇത് സ്വാഭാവികമായിട്ടും ഈ സമരം സംസ്ഥാന സർക്കാരിന്റെയും മറ്റുമൊക്കെ ശ്രദ്ധ ഈ പച്ചക്കറി മാർക്കറ്റ് വിഷയത്തിലേക്ക് വരാൻ സഹായകരമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ കോഴിക്കോടിനെ നവീകരിക്കുന്ന കൂട്ടത്തിൽ പ്രഥമ പരിഗണന കൊടുക്കേണ്ട 2 സ്ഥലങ്ങളാണ് പാളയ പച്ചക്കറി മാർക്കറ്റും അതുപോലെ നമ്മുടെ ഫിഷ് മാർക്കറ്റും. ഫിഷ് മാർക്കറ്റിലൊക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, അടിസ്ഥാനപരമായ ശുചിത്വ സംവിധാനങ്ങൾ പോലും അവിടെ ഇല്ല. അപ്പൊ അതിനെയും നമുക്ക് നവീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതിനൊരു കസ്റ്റോഡിയൻ എന്ന നിലയിൽ ഇതിന്റെ പ്രഥമ ഉത്തരവാദിത്തം കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ അത്തരം പദ്ധതികൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും അതിന്റെ കൂടെ ഉണ്ടാകും. അത് യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമത്തിന്റെയും ഒപ്പുണ്ടാകും. കഴിഞ്ഞ സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതിയായിരുന്നല്ലോ നമ്മുടെ പുതിയ കല്ലുത്താൻ കടവിലെ പാളയം മാർക്കറ്റ്. അതെ. അപ്പൊ അതിപ്പോ പുതിയൊരു സർക്കാർ വരുന്ന സമയത്ത് എന്താണ് ഇവരോട് പറയുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുന്നിൽ ഇപ്പൊ പാളയം പച്ചക്കറി മാർക്കറ്റാണ്. ആ വിഷയം നമുക്കറിയില്ല. അപ്പോ പാളയം പച്ചക്കറി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഒരു കോഴിക്കോടിന്റെ അടയാളമാണ്. കോഴിക്കോടിന്റെ ഒരു പൈതൃകവും പാരമ്പര്യം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്ന കുറെ സംഭവങ്ങളാണ്. നമ്മുടെ മാനാഞ്ചിറ, നമ്മുടെ ബീച്ച്, അതേപോലെ നമ്മുടെ മിഠായി തെരുവ്, നമ്മുടെ പാളയം, ഇതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പാലിക ബസാറിലൊക്കെ മോഡലില് 3.5 ഏക്കർ സ്ഥലം ഹാർട്ട് ഓഫ് സിറ്റിയിലാണ്. എവിടെ സ്ഥലമില്ലാന്നായി പറയുന്നത്? ഹാർട്ട് ഓഫ് സിറ്റിയിൽ ഈ 3.5 ഏക്കർ സ്ഥലത്തെ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കണം. ഈ റോഡ് എക്സ്പാൻഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സ്ഥലം ഇവിടെ തന്നെയാണ് എന്നതാണ് നമ്മളൊക്കെ കരുതുന്നത്. മാത്രമല്ല, അതിനകത്ത് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ കച്ചവടക്കാരും മറ്റുമൊക്കെ. അപ്പൊ അവരുടെ ആശങ്കകളുണ്ട്. സർക്കാരിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ ഇവരോടല്ലേ ചർച്ച ചെയ്യേണ്ടത്, അവരെ ബോധ്യപ്പെടുത്തല്ലേ ചെയ്യേണ്ടത്. ഇവർക്ക് മനസ്സിലാവാത്ത, ഇവർക്ക് ബോധ്യമാവാത്ത എന്തൊരാശയമാണ് ഒരു നഗരസഭ ഭരണകൂടം വെക്കേണ്ടത്. സർക്കാർ തൊഴിലാളികളുടെ കൂടെയാണ് നമ്മൾ പൂർണ്ണമായും ഇവിടുത്തെ. ഇപ്പൊ നോക്ക്, നിങ്ങൾ ഈ സമരപ്പന്തലിൽ നോക്ക്, സർക്കാർ മാത്രം പ്രതിപക്ഷ പാർട്ടിയായ CPIയുടെ നിങ്ങൾ ഈ കാണുന്ന കൊടിയില്ലേ? നിങ്ങൾ ഈ ക്യാമറയിൽ AITUC എന്ന് പറഞ്ഞാൽ എന്താണ്? CPIയുടെ LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIയുടെ തൊഴിലാളി സംഘടനയാണ്. നിങ്ങൾ INTUസിനെ ബോധ്യപ്പെടുത്തണ്ട, STUവിനെയും ബോധ്യപ്പെടുത്തണ്ട. AITUCക്ക് മനസ്സിലാവേണ്ടത് കല്ലുത്താൻ കടവിലാണ് ഏറ്റവും നല്ല മാർക്കറ്റ് എന്ന് AITUസിനെ ബോധ്യപ്പെടുത്തി. അത് പറ്റണില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോ AITUസും CITUയും STU ഒന്നും അല്ല, INTUs എന്നല്ല വിഷയം. തൊഴിലാളികളുടെ കോർഡിനേഷനാണ് ഈ സമരം നടത്തുന്നത്. ആ സമരത്തിന്റെ കൂടെ നമ്മൾ ഉണ്ടാകും. ഈ പാളയം മാർക്കറ്റിൽ ഏതാണ് ഒക്കെ ഒറ്റ നിലയുള്ളൂ, ഷീറ്റിട്ട ബിൽഡിങ്ങുള്ളൂ. ഇവിടെ ഇതുപോലെ ഇതിന് അജണ്ട വേറെ, ഇത് വിൽപ്പന കച്ചവടം. MLA പറഞ്ഞമായി ഇത് കച്ചവട ഉദ്ദേശം. ഇത് ആരോട് ചോദിച്ചിട്ട് 40-40 വർഷം പഴക്കമുള്ള ഈ മാർക്കറ്റിലുള്ള ആളെയാണ്, തിരുവച്ചം ചെയ്യുന്ന ഒരാളാണ്. ഈ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടനയ്ക്ക് ചർച്ച നടത്തിയിരുന്നു. ഈ പുതിയ മാർക്കറ്റ് ഇവിടെ വരുന്ന ഒരു ചർച്ച നടത്തുന്നില്ല. ഇത് തികച്ചും കച്ചവട താല്പര്യം. അല്ലാണ്ട് ഒരാളെ ഒരു പുതിയൊരു മാർക്കറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ നവീകരിക്കുക, അതിന് ഞങ്ങളെതിരല്ല. വികസനത്തിന് ഞങ്ങളെതിരല്ല. വികസനം വേണം. ഇവിടെ തന്നെ പൊതുവായി നവീകരിക്കാനുള്ള സംവിധാനം സ്ഥലം ഇവിടെ ഉണ്ട്. മാർക്കറ്റിന്റെ ബാക്കിൽ കോളനി സർക്കാർ സ്ഥലമുണ്ട്, പൊതു സ്ഥലമുണ്ട്, എല്ലാം വാങ്ങാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ആർക്ക് വേണ്ടിയിട്ട് ഏത് കോപ്പറേറ്റീവ് സഹായിക്കാനാണ് ചെയ്യുന്നത്?
ഇവിടെ ഒരു അൺഫിറ്റ് ബിൽഡിംഗ് ഇല്ല. അപ്പൊ അത് തീർച്ചയായും അത് ഇങ്ങനെ നിലപാട് മറിച്ച് നിലപാട് സ്വീകരിക്കുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. അതെ, ഞാൻ ATC കാരനാണ്, മനസ്സിലായല്ലോ. ഞാൻ ആ പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഇടകക്ഷിയായ ഒരു പാർട്ടിയുടെ ആളാണ് ATC കാരൻ. എന്തുകൊണ്ട് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഇതിനാവും? ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ജീവിതമാണ്, ഞങ്ങളുടെ കുടുംബമാണ്, മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ നിൽക്കുന്നത്. തീർച്ചയായും.